ഹായ് ഹലോ ഇരുട്ടത്ത്. അപ്പം ഞങ്ങൾ ഇന്ന് പിന്നെ പയ്യന്നൂർ അമ്പലത്തിലെ ആരാധനയ്ക്ക് പോവാണ്. ഇവിടെ ക്ഷേത്രത്തിൽ 2 ദിവസം കൂടി ഉള്ളൂ, സൺഡേ കഴിയാൻ പോവാം. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി അമ്പലത്തിലോട്ട് പോവാം. ഇവിടുന്ന് അത്രേ പോകാനുള്ളൂ, ഒരു 15 മിനിറ്റ് അത്രേ പോകാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് ബൈ ബായ് ഒന്നുമില്ല, അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാം. ഇതിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉത്തര കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടുത്തെ ആരാധന എന്നൊക്കെ പറയുമ്പോൾ ഒരു 16 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, പുറത്തുള്ള ആൾക്കാരും അവിടെ അമ്പലത്തിൽ ഉത്സവം കൂടാൻ എത്താറുണ്ട്. അതുപോലെ തന്നെ പയ്യന്നൂരിൻ്റെ ഏറ്റവും വലിയ മഹത്തായ ഒരു ഉത്സവം കൂടിയാണ് നമ്മുടെ ആരാധന മഹോത്സവം. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത്. പിന്നെ വാദ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കയറി തൊഴുതു. കുറച്ച് സമയം നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ നിന്ന് അവിടുത്തെ വാദ്യമൊക്കെ കണ്ട് തൊഴുതിറങ്ങിട്ടോ. അമ്പലത്തിനകത്ത് കയറാൻ ഡ്രസ്സ് അഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ നിൽക്കുക മടി വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി തൊഴുത് ഇറങ്ങിട്ടോ. എത്തിയതൊരു സന്ധ്യാസമയത്തായതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്ന ഏരിയയിൽ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഒരു 8 മണി ടൈമൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമായിരുന്നു. ഞാൻ നിന്നെ ഫോണിൽ കാണുന്നില്ലല്ലോ. പക്ഷേ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ വീഡിയോ എടുത്തില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ കയറി ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ടിറങ്ങി. ഇനിയിപ്പം ചന്ത കറക്കാണ് ഫുള്ള്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ്, ഒരുപാട് ചന്തകളൊക്കെ ആയിട്ട് നമ്മുടെ വിഗ്രഹങ്ങൾ തന്നെ ഒരുപാട് പല മോഡൽ കൃഷ്ണൻ്റെ ആയാലും കുബേരൻ, ശ്രീബുദ്ധൻ, അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ടൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങിച്ചായിരുന്നു.
പിന്നെ അവിടുന്ന് കൃഷ്ണനെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ നടന്നു, കുറേയൊക്കെ നടന്ന് ചുറ്റിക്കറങ്ങി ചന്തകളൊക്കെ കണ്ട് ഇറങ്ങിയിട്ട് കുട്ടികളൊക്കെ കയറി ഇറങ്ങി കളിക്കുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടിപ്പുറത്ത് വന്നിട്ട് ബജ്ജി വാങ്ങിച്ച് കഴിച്ചായിരുന്നു. എല്ലാവരും കൂടി ബജ്ജിയൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ തൊട്ടിപ്പുറത്തുള്ള ചന്തയിലും കൂടി ഒന്ന് കയറി ഇറങ്ങി. അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയി എന്നൊക്കെ പറയാം. അത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന മുട്ടായിയൊക്കെ ഒരു 10 പൈസ 20 പൈസയൊക്കെ കൊടുത്തിട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്ന പല മുട്ടായി ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു നൊസ്റ്റു എന്നൊക്കെ പറയാൻ വേണേൽ പല വെറൈറ്റി മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കമ്മലിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ കണ്ണ് എന്തോ പറയണ്ടേ, ഒന്നെടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ ഏതെടുക്കണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇത്രയും വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. പിന്നെ പല വെറൈറ്റി ഭരണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപ്പിലിട്ടൊക്കെ വയ്ക്കാറില്ലേ, ആ ഒരു ടൈപ്പ് ഭരണികളും പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ഭരണികളും പല വെറൈറ്റി ഭരണികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മുടെ അവിടുത്തെ പ്രധാന ഒരു ഇതാണ് അവിടുത്തെ കുളത്തിലുള്ള മത്സ്യങ്ങൾ. ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഓരോരുത്തർ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എത്രയാന്ന് നോക്ക്, എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാൻ. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. കൃഷ്ണനെ വാങ്ങിന്, കൃഷ്ണന ഞാൻ അവിടുന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോവാണേ. ടാറ്റാ ബൈ ബൈ. ഒരു കാര്യം അറിയാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.